ഹലോ നമസ്കാരം. സക്സസ് സ്പേസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയായിരുന്നു കാറ്റുകൾ 4 തരം പറഞ്ഞായിരുന്നു. അതിലെ പ്രധാനമായുമുള്ള സ്ഥിരവാദങ്ങൾ. ഓക്കെ, ആ സ്ഥിരവാദങ്ങളിലെ വാണിജ്യവാദങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മനസ്സിലാക്കണം, നമ്മുടെ സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ചോദിച്ചാൽ നിരന്തരവാദങ്ങൾ എന്നും ആഗോളവാദങ്ങൾ എന്നറിയപ്പെട്ടത് എന്താണ്? സ്ഥിരവാദങ്ങൾ. അപ്പൊ സ്ഥിരവാദങ്ങളുടെ മറ്റു പേരെന്തൊക്കെയാണ്? നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ. ഈ സ്ഥിരവാദത്തിലെ പ്രധാനമായി പഠിക്കേണ്ടതാണ് വാണിജ്യവാദങ്ങൾ. എന്താണ് വാണിജ്യവാദങ്ങൾ എന്ന് ചോദിച്ചാൽ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് നമ്മുടെ വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങൾ വാണിജ്യവാദങ്ങളാണ്. ഈ വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കായും വീശുന്നു. ഓർക്കണം, ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക്, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്ക്. കഴിഞ്ഞ എക്സാം ചോദിച്ചു എങ്ങനെയായിരുന്നു? നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ അറിയപ്പെടുന്ന പേര് എങ്ങനെ ചോദിച്ചായിരുന്നു? വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഓർക്കണം, ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കായുമായി വാണിജ്യവാദങ്ങൾ വീശുന്നു. ആ ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലെ പ്രദേശം അറിയപ്പെടുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകുന്നു. നമ്മുടെ സ്ഥിരവാദങ്ങൾ അറിയപ്പെട്ട മറ്റു പേരുകൾ എന്തൊക്കെയാണ്? നിരന്തരവാദങ്ങൾ എന്നും ആഗോളവാദങ്ങൾ എന്നും അറിയപ്പെടുന്നു. എന്താണ് വാണിജ്യവാദങ്ങൾ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക്, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കുകിഴക്കായി വീശുന്നു. ഓക്കെ, എന്നാൽ ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലെ പ്രദേശം അറിയപ്പെടുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ.